ഹായ്, ദിസ് ഈസ് അർജുൻ. ബിസിനസ് ലോസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, വർക്ക് ലൈഫ് ആയിക്കോട്ടെ, ഈ രണ്ട് ഏരിയകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതിനെ എങ്ങനെ നമ്മൾ നേരിടാം, എന്താണ് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനും സാധിക്കും. കുറച്ചും കൂടി സുഖകരവും സമാധാനവും അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ള ലൈഫിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ലോ നമ്പർ 3 പറയുന്നത് യു മസ്റ്റ് നെവർ ഡിസഗ്രി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു കാര്യം കേട്ടിട്ട് എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പ്രതികരിക്കണ്ടേ? തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം. പക്ഷെ എങ്ങനെ പ്രതികരിക്കണം? ആ പ്രതികരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ എന്താണ്? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആശയത്തെ ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക, ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവുക. അത് ഷോർട്ട് ആയിരിക്കാം, ക്രിസ്പ് ആയിരിക്കാം, ടു ദ പോയിന്റ് ആയിരിക്കാം. ഒരുപാട് ഫീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ ബേസിക് ലെവലിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കും നിങ്ങൾ പറയുന്നത് എനിക്കും മനസ്സിലാവണം. ഇത് അതിന്റെ ഒരു ബേസിക് നേച്ചറാണ്. പക്ഷേ ഇതിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ബോത്ത് എ പ്രോബ്ലം ആൻഡ് എ സൊല്യൂഷൻ. എങ്ങനെയാണ് ഇത് പ്രോബ്ലം ആയിട്ട് മാറുന്നത്? ഇപ്പോ ഞാനൊരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ എന്തോ ഒരു ചെറിയൊരു അശ്രദ്ധ കാരണം ഒരു തെറ്റ് സംഭവിച്ചു. അതിനൊരു വലിയൊരു കോൺസിക്വൻസസ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുടനടി ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് കുറെ ചീത്ത പറയാണ്, നിങ്ങൾ കാരണമാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ അവിടെ സത്യത്തിൽ സംഭവിക്കുന്നത് ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. മിസ്കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും എന്താണോ ഞങ്ങളുടെ ആവശ്യം ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു ബ്ലെയിം ഗെയിമാണ് നടത്തുന്നത്. ഞാൻ ഇദ്ദേഹത്തിനോട് പറയുന്നത് നിങ്ങൾ കാരണമാണ്, നിങ്ങളുടെ അശ്രദ്ധ കാരണമാണെന്ന് പറയുന്നതിന് പകരം ഞാൻ ഇദ്ദേഹത്തിനോട് പറയാണ് അത് കുഴപ്പമില്ല, അതിപ്പോ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് ഇപ്പൊ കണ്ടെത്തേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അതൊരു ഹെൽത്തി കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നു. അതിന് മുന്നേ നടന്നത് അൺഹെൽത്തി കോൺഫ്ലിക്റ്റ് ആണ്. അൺഹെൽത്തി കോൺഫ്ലിക്റ്റിൽ എന്ത് സംഭവിക്കുന്നു? വി ആർ വർക്കിംഗ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഞാൻ അയാളെ കുറ്റം പറയുന്നു, അയാൾ മനസ്സിൽ അയാൾ എന്നെ കുറ്റം പറയുന്നു. പക്ഷേ ഹെൽത്തി കോൺഫ്ലിക്റ്റ് എപ്പോഴായിട്ട് മാറുക? ഞാൻ അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി ഇപ്പൊ ചിന്തിക്കേണ്ട, ഇതിന്റെ സൊല്യൂഷൻ എന്താ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അവിടെ അത് എന്തായിട്ട് മാറുന്നു? ഹെൽത്തി കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നു. ബിക്കോസ് വി ആർ വർക്കിംഗ് എഗെയിൻസ്റ്റ് എ പ്രോബ്ലം. ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പ്രോബ്ലത്തിന് എതിരായിട്ട് നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പോ അഗ്രിമെന്റും ഉണ്ടായിരിക്കും, ഡിസഗ്രിമെന്റും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവരും പറയുന്ന കാര്യത്തെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ 100% അത് അംഗീകരിക്കാനോ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ സമയത്താണ് നമ്മൾ 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കേണ്ടത്. എന്നോട് ഒരാൾ ഒരു 10-15 മിനിറ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില ആസ്പെക്ടുകൾ എനിക്ക് ഇഷ്ടമായില്ല, ചില ആസ്പെക്ടുകളിൽ ഞാൻ അഗ്രി ചെയ്യുന്നില്ല. അത് കേട്ട ഉടനെ ഞാൻ പറയാണ് അത് നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ്, ഒരു അൺഹെൽത്തി കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എങ്ങനെയാണ് ഹെൽത്തി കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറാന്നറിയോ? നമ്മൾ നമ്മളോട് തന്നെ 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ 15 മിനിറ്റിൽ എന്നോട് പറഞ്ഞ കാര്യത്തിൽ കോമൺ ആയിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരേ ലൈനിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൽ എനിക്കും ആൾക്കും ഒരേപോലെ ഇത് കറക്റ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഈ 15 മിനിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായോ? ഇത് അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞ് ആ ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. പക്ഷെ ബാക്കി ചിലപ്പോൾ അതിന്റെ എൻഡിലേക്ക് വരുമ്പോഴായിരിക്കും ഇത് മൊത്തത്തിൽ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് സോറി ഞാൻ ചൂടാവണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് ഫുള്ളി മനസ്സിലായോ? ഇനി അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഏത് കാര്യമാണ് എനിക്ക് ഓക്കെ ആയിട്ടുള്ളത്, ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത് നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ഏതാന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പൊ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ആള് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങൾ അഗ്രി ചെയ്യുന്ന കാര്യം എന്താണ്. മൂന്നാമത്തതാണ്, അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. ഈ 3 കാര്യങ്ങളും നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു മറുപടി, കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഹെൽത്തി കോൺഫ്ലിക്റ്റിലേക്ക് എങ്ങനെ കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? സാറ് പറഞ്ഞ ആ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. എന്തായാലും അത് കറക്റ്റ് ആയിട്ട് സാറ് പറഞ്ഞേ. എനിക്ക് മറ്റൊരു ചെറിയൊരു കേസിൽ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം കോമൺ ആയിട്ട് വരുന്ന കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾ അഗ്രി ചെയ്യുന്ന കാര്യത്തെ പ്രോപ്പർ ആയിട്ട് അഡ്രസ് ചെയ്തു. ആ പറഞ്ഞ കാര്യം ശരിയാണ്, ഇന്ന് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അത് സാറ് പറഞ്ഞത് 100% കറക്റ്റ്. എന്നാൽ എനിക്ക് ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി അതിനെ ചിന്തിച്ചൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടൂടെ എന്നുള്ളത് വളരെ കൺവിൻസിങ് ആയിട്ട് നമുക്ക് അവരോട് പറയാൻ സാധിക്കും. അപ്പൊ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ
ഒരു ഡിസഗ്രിമെന്റിനെ ഒഴിവാക്കാൻ സാധിക്കും. കാരണം ഒരു കാര്യം നമ്മൾ തർക്കിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരിക്കലും ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടാവില്ല എന്നത് മാത്രമല്ല, നമുക്കതിന് ഒരിക്കലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വളർന്ന സാഹചര്യവും നിങ്ങൾ വളർന്ന സാഹചര്യവും വേറെയാണ്. അദ്ദേഹത്തിന്റെ സ്കൂളിംഗ് വേറെ ആയിരിക്കും, നിങ്ങളുടെ സ്കൂളിംഗ് വേറെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ബിലീഫ് സിസ്റ്റം വേറെ ആയിരിക്കും, എന്റെ ബിലീഫ് സിസ്റ്റം വേറെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആളങ്ങനെ പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഡിസഗ്രിമെന്റ് ചെയ്യാൻ തോന്നില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ പ്രകോപിതനാവും. അങ്ങനെ പ്രകോപിതനാവുമ്പോൾ അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ള ഒരു മനസ്സ്, ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ആവുകയും നമ്മൾ അതിന് ദോഷം ചെയ്യാത്ത രീതിയിൽ ഒരു റിപ്ലൈ കൊടുക്കാനും നമ്മൾ പഠിക്കും. ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ നിരന്തരമായിട്ട് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് സാധിക്കും. കാരണം ചിലപ്പോൾ നമ്മൾ ശീലിച്ചത് അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ അവിടെ റെസ്പോണ്ട് ചെയ്യും, അവിടെ ഒരു ഡിസഗ്രിമെന്റ് നടക്കും. അതിന് പകരം നമ്മൾ കാര്യങ്ങളെ കുറച്ചുകൂടി മയപ്പെടുത്തി നമ്മളിപ്പോഴും നോക്കുക, ഒരു കോമൺ ഗ്രൗണ്ട് നോക്കുക. എന്റെ മുമ്പിൽ നിൽക്കുന്ന ആളും ഞാനും തമ്മിൽ എന്താണ് ഒരു കോമൺ ഗ്രൗണ്ട്? അദ്ദേഹം പറഞ്ഞ ഏത് പോയിന്റ് ആണ് ഞാൻ അഗ്രി ചെയ്യുന്നത്? ആള് പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളി എനിക്ക് മനസ്സിലായോ? ഈ 3 കാര്യങ്ങളും നിങ്ങളൊന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ 90% ഡിസഗ്രിമെന്റുകളെയും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ലൈഫ് കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും, ജോളി ആയിരിക്കും. നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കും. നല്ല ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ഹെൽത്തി കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ നിങ്ങൾക്ക് വളരാൻ വേണം. കാരണം നിങ്ങളുടെ ആശയങ്ങളാണ് ശരി എന്ന് തോന്നുന്ന സമയത്താണ് ഒരാൾ വേറൊരു ആശയമായിട്ട് വരുന്നത്. അതിനെ ഉൾക്കൊള്ളാനും അതിനെ മനസ്സിലാക്കാനും അതിൽ നിന്ന് നല്ലതെടുക്കാനും നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹെൽത്തി കോൺഫ്ലിക്റ്റ് വേണം. അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു കാരണമാവും. അപ്പോ നമ്മുടെ അടുത്തേക്ക് വരുന്ന അത്തരം കോൺഫ്ലിക്റ്റുകളെ ഹെൽത്തി ആക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ചെയ്തെടുക്കുക. നിങ്ങൾ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. വീണ്ടും ഒരു ബിസിനസ് ലോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ദിസ് ഇസ് അർജുൻ സൈനിങ് ഓഫ്. താങ്ക് യു.